അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ഒരിക്കൽ കൂടി തിരുവചനവുമായിട്ട് അടുത്തു വരുവാൻ, വചനം പഠിക്കുവാൻ കർത്താവ് നമുക്ക് ഒരിക്കൽ കൂടി അവസരം തന്നല്ലോ. കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യക്തവും ശക്തവുമായിട്ട് തിരുവചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹീതമായ നിലയിൽ ഈ കൊലോസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതിന്റെ 16-ാമത്തെ വേദഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തിരുവചനം പഠിക്കുന്നത് അനുഗ്രഹമാണ്. പഠിപ്പിക്കുന്ന ആമേൻ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വളരെ അനുഗ്രഹമാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ വചന പഠനം നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമാകുവാൻ നിങ്ങൾ ഹല്ലേലൂയ കാണിക്കുന്ന പ്രാർത്ഥന, എന്നോട് കാണിക്കുന്ന സഹകരണത്തിന് നന്ദി അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തിങ്കിൽ ഈ തിരുവചനം ദൂരത്തും ചാരത്തുമായിരുന്നു കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽ വേളയെങ്കിൽ ഈ തിരുവചന കേൾവി നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ. ഞാൻ ഓരോ ക്ലാസ്സുകളും എടുക്കുമ്പോൾ പറയാറുള്ളത് പോലെ ഇന്ന് പകൽക്കാലവും പറയട്ടെ, ഈ തിരുവചനത്തിന്റെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നിങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ ചർച്ചക്കാരോ സഭയിലെ പ്രിയപ്പെട്ടവരോ ഫ്രണ്ട്സോ ആരുമാകട്ടെ, നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇന്ന് പകൽക്കാലം വചനമേറെ ഉണ്ടെങ്കിലും ദൈവമക്കളെ വചനം ദുർലഭമാകുന്ന കാലത്തിലേക്ക് നാം അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏറെയുണ്ട്. നമുക്ക് കേൾക്കുവാനും കാണുവാനും മീഡിയകൾ നമുക്ക് അനുകൂലമായി കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണം. അപ്പോൾ തന്നെ പലരും ഇത് കേൾക്കുന്നു, പഠിക്കുന്നു, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിന്റെ അംഗങ്ങളായി മാറുവാനായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഷെയർ ചെയ്താണ് ഈ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ചാനലിന്റെ വചന ദീപ്തി ചാനൽ എടുത്തിട്ട് അതിന്റെ സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അവത്തിലൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഈ കൊച്ചു ഫാമിലിയിലെ അംഗമായിട്ട് നിങ്ങൾ മാറണം. നമ്മൾ കുറച്ചു പേര് ചേർന്ന് ഇത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ വ്യാപരിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആ വലിയ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വിളയാടണം. മാത്രമല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ എത്ര കാലമുണ്ടെന്ന് നമുക്കറിയില്ല. ഉള്ള കാലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നാം ഇടയാക്കണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഞാൻ ലൈക്കിന്റെ കാര്യം പറയുന്നത് വളരെ സന്തോഷമാണ് ഇത് കാണുന്നത്. നിങ്ങൾക്ക് ഇത് താല്പര്യമായി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ കമന്റുകൾ അറിയിക്കണം. നിങ്ങൾ അത് മുഴുവൻ കേൾക്കണം. സ്കിപ്പ് ചെയ്യാതെ കേട്ട് നിങ്ങൾ നോട്ട്സുകൾ എഴുതുന്നവർക്ക് നോട്ട്സുകൾ എഴുതാം. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു കമന്റ് ഇടണം. ഒന്നിലൊരു പ്രൈസ് ലോഡെങ്കിലും ഇടണം. അതെനിക്ക് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹമാണത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തിരുവചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വേദഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ സർവജ്ഞാനത്തോടും കൂടെ പരസ്പരം പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയുള്ളവരായി ദൈവത്തിന് സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ കീർത്തനങ്ങളും പാടുകയും ചെയ്യുവിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം സമൃദ്ധിയായി നിങ്ങളിൽ വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധിയായി വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ ആഴമേറിയ ഒരു തിരുവചനമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, വിശ്വാസിയുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരു വിശ്വാസി പാലിക്കേണ്ടതായ നിയമങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു വൃക്ഷത്തിന് ദൃശ്യഭാഗവുമുണ്ട്, അതിന് അദൃശ്യ ഭാഗവുമുണ്ട്, അല്ലെ? അതിന്റെ പുറമേയുള്ള ഇലകളും അതിന്റെ തടിയും അതിന്റെ കായ്കളും ഒക്കെ നമുക്ക് പുറമേ കാണുവാൻ കഴിയും. എന്നാൽ അതിന്റെ വേരുകളൊക്കെ അദൃശ്യമാണ്, മണ്ണിനടിയിലാണ്. അതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൃശ്യവും അദൃശ്യവുമായ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് ഹല്ലേലൂയ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് അദൃശ്യമാണ്. ആമേൻ. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതാണ് ദൃശ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പരസ്യമായിട്ടുള്ള ജീവിതത്തിൽ
പരസ്യമായി ആമേൻ സഭയോടുള്ള ബന്ധം ആമേൻ വിശ്വാസിക്ക് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ഇവിടെ നാം വളരെ ശ്രദ്ധാകുലരായിരിക്കണം. അപ്പം വിശ്വാസിയുടെ രഹസ്യ ജീവിതത്തിൽ ഹൃദയാന്തർഭാഗത്ത് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായിട്ട് ദർശിക്കുവാൻ തക്കവണ്ണം ഇടയാകണം, ഐശ്വര്യമായിട്ട് വസിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം 11 വാക്യത്തിൽ ഇങ്ങനെ പറയുക, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച ആ ഭാഗത്തിൽ ദാവീദ് ഇവിടെ പറയുകയാണ്, എന്റെ ഹൃദയത്തിൽ ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനം എന്റെ ഉള്ളത്തിൽ സംഗ്രഹിക്കുക. അപ്പോൾ വചനം ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് ആമേൻ പാപത്തോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയും, പാപത്തോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം യോസഫിന്റെ ജീവിതത്തിൽ യോസഫ് ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട്, അവൻ ദർശനം പ്രാപിച്ചവനായിരുന്നത് കൊണ്ട് പാപം ചെയ്യേണ്ട അവസരം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് അവൻ പാപം ചെയ്യാതെ വണ്ണം പാപത്തിന്റെ മുൻപിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടു. പൊത്തിഫറിന്റെ ഭാര്യ അവന് ദിനം പ്രതി ഹല്ലേലൂയ അവനോട് പാപം ചെയ്യേണ്ടത് നിർബന്ധിച്ചു കൊണ്ടിരുന്നിട്ടും അവൻ പാപം ചെയ്യാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഇടയായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാല ഹൃദയത്തിൽ ദൈവവചനമുള്ള ഒരു ദൈവ പൈതലിന് പാപം ചെയ്യുവാൻ ഒരിക്കലും സാധ്യമല്ല. ആ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവൻ എന്ത് ചെയ്യും? എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും, ഐശ്വര്യമായി ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും, ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, നമ്മുടെ ജീവിതം ഈ പറഞ്ഞപ്പെട്ട നിലകളിൽ ആയിരിക്കണം. നമ്മൾ വായിച്ചല്ലോ, നിങ്ങൾ സർവജ്ഞാനത്തോടുകൂടി ഹല്ലേലൂയ സർവജ്ഞാനത്തോടുകൂടി പരസ്പരം പഠിപ്പിക്കണം. അപ്പോൾ നമ്മളിൽ ഒരു ക്രിസ്തീയ ജ്ഞാനം, പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കണം. ആമേൻ. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം, അല്ലെ? അങ്ങനെയെങ്കിൽ യഹോവയുടെ ഭക്തിയിൽ നാം മുതിർന്നു വരുമ്പോൾ ഈ സ്വർഗീയ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകും. ഒരു ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളെ പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അജ്ഞാനിയായിരിക്കുന്നവർക്ക് ഒന്നും പഠിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു വിഷയത്തിൽ അതിന് നന്നായിട്ട് പഠിച്ച് ആ വിഷയം ഡിഗ്രി എടുത്തവരോ മാസ്റ്ററേറ്റ് എടുത്തവരോ നന്നായി പഠിപ്പിക്കുന്നത് പോലെ ആ വിഷയത്തിൽ പഠിക്കാത്തവരായിട്ടുള്ളവർക്ക് പഠിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം എന്തു ചെയ്യണം? തിരുവചനം പറയുക, നിങ്ങൾ സർവജ്ഞാനത്തോടെ പരസ്പരം പഠിപ്പിക്കണം. അപ്പോൾ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കണം. ആമേൻ. എന്താ? ദൈവിക കൃപകൾ, ദൈവിക വചനങ്ങൾ, അതിന്റെ നിലവാരത്തിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ അവൻ സമയം ചിലവഴിക്കണം, ദൈവത്തിന് വേണ്ടി തന്റെ ഹൃദയം കൊടുക്കണം, ദൈവത്തിന് വേണ്ടി ഓരോ സെക്കൻഡ്സിലും തന്റെ ജീവിതം ചിലവഴിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയും, അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? തമ്മിൽ പഠിപ്പിക്കുവാൻ കഴിയും, ബുദ്ധി ഉപദേശിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. മാത്രമല്ല, ഹൃദയത്തിൽ അവർ നന്ദിയുള്ളവരായി ദൈവത്തിന് സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ കീർത്തനങ്ങളും പാടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവർ സങ്കീർത്തനങ്ങൾ, ഹല്ലേലൂയ, സ്തുതികൾ, ദാവീദ് സങ്കീർത്തനം രചിച്ചു തന്റെ ഉള്ളിൽ നിന്നും തന്റെ കഷ്ടതയിലും പ്രതികൂലത്തിലും പ്രയാസത്തിലും തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതികൂലങ്ങളെ താൻ പാട്ടുകളായി സ്വർണ്ണ ഗീതങ്ങളായി താൻ എഴുതിക്കൂട്ടിയിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കീർത്തനം ഉയരണം. ഹല്ലേലൂയ. കീർത്തനം ഉണ്ടായിരിക്കണം. പലപ്പോഴും അധരചർവണം കൊണ്ട് നമ്മുടെ സൃഷ്ടാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പാട്ടുപാടുകയും ഒത്തിരി അന്യഭാഷ പറയുകയും ചെയ്യുന്നോണ്ടല്ല, ദൈവാത്മാവ് പറയുക, ഹൃദയത്തിന്റെ വിശുദ്ധി, ഒരാന്തരിക വിശുദ്ധി ദൈവം ആമേൻ നോക്കുന്നുണ്ട്. നമ്മുടെ അകത്തെ വിശുദ്ധിയെ കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ പാട്ടും ആരാധനയും ഉള്ളിൽ നിന്നാണോ കടന്നു വരുന്നത്, അതോ ഇൻസ്ട്രുമെന്റ്സ് ചലിപ്പിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഇമോഷണൽ ആയിട്ടുള്ള ആരാധനയാണോ? നമ്മുടെ ഇടത്തും വലത്തും നിന്ന് ആരാധിക്കുന്നവർ നൃത്തം ചെയ്യുന്നത് കണ്ട് നാമും ആരാധിക്കുകയാണോ ചെയ്യുന്നത്? ദൈവാത്മാവ് പറയുകയാണ്, നമ്മുടെ ആരാധനയും പാട്ടും ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായിരിക്കണം. അത് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സംഗീതമല്ല എങ്കിൽ ഹല്ലേലൂയ കർത്താവ് അതിന്റെ അകത്ത് പ്രസാദിക്കുന്നില്ല.
ഹല്ലേലൂയ. ദൈവം അതിന് ഒരു വിലയും കൽപ്പിക്കത്തില്ല ദൈവമക്കളെ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവം ചെയ്ത ഉപകാരങ്ങളെ അനുനിമിഷം ഓർക്കണം. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം കടന്നു വരണം. നന്ദിയുള്ളവരായി ദൈവത്തോട് നാം അടുത്തു വരണം. നന്ദി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് നാം ഓർക്കുമ്പോൾ നാം അറിയാതെ കർത്താവിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവാത്മ പറയാ, നമുക്ക് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ പഠിപ്പിക്കണം, ബുദ്ധി ഉപദേശിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിയുടെ സഭാ ജീവിതത്തിൽ അഥവാ പരസ്യ ജീവിതത്തിലാണ് ഇത് വെളിപ്പെട്ട് കാണേണ്ടത്. അപ്പോൾ ആത്മീയ കൂട്ടായ്മയുടെ ആവശ്യകതയും പ്രാധാന്യവും അത്രേ ഇവിടെ നമുക്ക് പ്രകടമായി കാണുന്നത്. എന്താ? നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കൂട്ടായ്മ ഉണ്ടെങ്കിൽ തമ്മിൽ പ്രബോധിപ്പിക്കുവാൻ കഴിയും, തമ്മിൽ പഠിപ്പിക്കുവാൻ കഴിയും. ആ പഠിപ്പീര് എങ്ങനെയുള്ളതായിരിക്കണം? പരിജ്ഞാനത്തോടുകൂടി തമ്മിൽ പഠിപ്പിക്കണം. കൃപയോടുകൂടി ഹൃദയത്തിൽ നാം എന്ത് ചെയ്യണം? പാട്ടുപാടുവാൻ തയ്യാറാകണം. ഉള്ളിൽ നിന്ന് നാം പാടണം. അങ്ങനെ പാടുമ്പോൾ ആമേൻ സ്വർഗം അതിൽ പ്രസാദിപ്പാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഇങ്ങനെയാ, സാധാരണ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചല്ലേ സങ്കീർത്തനങ്ങളെ നമ്മൾ പാടുന്നത്. വിശുദ്ധന്മാരുടെ കൂടി വരവുകളില് ആമേൻ സങ്കീർത്തനം വായിക്കും, നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. എവിടെ കൂടിയാലും സങ്കീർത്തനങ്ങളെ നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഇവിടെ 1 കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വേദഭാഗം ആരെങ്കിലും ഒരാളൊന്ന് എടുത്ത് വായിച്ചാട്ടെ. അവിടെ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ്, സഹോദരന്മാരെ, ആകിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലതും എന്തിനായിട്ടുള്ളതാകണം? ആത്മീയ അഭിവൃദ്ധിക്കുള്ളതാകണം. ഇവിടെ പറയുക, നിങ്ങൾ കൂടി വരുമ്പോൾ എന്തുണ്ട്? സങ്കീർത്തനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഇവയൊക്കെ ആത്മീയ വർധനവിന് കാരണമാകണം. പ്രൈസ് ദി ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വേദഭാഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് അതും കൂടെ വായിക്കാം. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവമലയിലേക്ക് പുറപ്പെട്ടു പോയി. അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. സ്തുതി. പാനപാത്രം എടുത്ത് കർത്താവ് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അവിടെ ഒലിവമലയിലേക്ക് പോകുമ്പോൾ സ്തോത്രം ചെയ്ത അനുഭവങ്ങളെ, ദൈവമക്കളെ എല്ലായിടത്തും സ്തോത്രം ചെയ്യുന്ന അനുഭവങ്ങളെ. അപ്പോൾ വിശുദ്ധന്മാരുടെ കൂടിവരവുകളിൽ എന്തുണ്ട്? സ്തോത്രമുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദഭാഗം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷം ഉണ്ടെങ്കിൽ ഒരു മൂളിപ്പാട്ടൊക്കെ വരും അല്ലേ? ഇല്ലെങ്കിൽ പാട്ടൊന്നും ഇല്ല. ചിലര് ചോദിക്കും, ഇന്ന് പാട്ടൊന്നും ഇല്ലേ? ഹല്ലേലൂയ. ചില ദിവസങ്ങളിൽ നമ്മൾ സഭയിലേക്ക് പോയിരുന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ഉണർവാ. ചില ദിവസങ്ങളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു ഉണർവില്ല. ഞാൻ പറയട്ടെ, ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റാത്തത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ളൊരു ഹൃദയത്തിൽ പാട്ടുണ്ടാകും, അവിടെ സങ്കീർത്തനം ഉണ്ടാകും. ആമേൻ. അല്ലാത്ത ദുഃഖിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കേ. ആമേൻ. പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്ന ദൈവവേദനയെ, പ്രാർത്ഥനയാൽ നിന്റെ സങ്കടങ്ങൾ മാറും, നീ സന്തോഷമുള്ള വ്യക്തിയായിട്ട് മാറും. അവിടെ ഹല്ലേലൂയ സ്തുതിയും സ്തോത്രവും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുവാൻ തക്കവണ്ണം ഇടയാകും. അവിടെ പാട്ട് നമുക്കുണ്ടാകും. നമുക്ക് പെട്ടെന്നൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു ആത്മീയ സന്തോഷമുള്ള വ്യക്തി ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ.
അവൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും അവൻ പരസ്പരം സംസാരിക്കും. ഹല്ലേലൂയ. എപ്പോഴും ആമേൻ സ്തോത്രത്തിന്റെ വാക്കുകൾ പറയുവാൻ, എപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ, എപ്പോഴും സാക്ഷ്യം പറയുവാൻ, എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും. അവർ തമ്മിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ സ്തുതിയുടെ ശബ്ദങ്ങൾ, സ്തോത്രത്തിന്റെ ശബ്ദങ്ങളായിരിക്കും. മാത്രമല്ല അവരുടെ ഹൃദയത്തിൽ കർത്താവിനെ പാട്ടിക്കൊണ്ട് നടക്കും. എപ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കീർത്തനങ്ങളായിരിക്കും, പാട്ടുകളായിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ദൈവവും പിതാവുമായും എല്ലായ്പ്പോഴും സകലത്തിനും വേണ്ടി എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യമാണ് ദൈവമക്കളെ. ഇന്ന് പകൽ വേളയെങ്കിൽ ആമേൻ ഒത്തിരി വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുവാനുണ്ട്. എങ്കിലും ഹല്ലേലൂയ ഇവിടെയൊക്കെയും ഹല്ലേലൂയ പറയുന്നത് സ്തുതി 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 എന്ന് പറയുന്നത് ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തിന് കീർത്തനം ചെയ്യുന്നതാണ്. സ്തുതി എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ കീർത്തനമാ അഥവാ സ്തോത്ര ഗാനങ്ങളെ ഉദ്ദേശിച്ചാണ് ഇവിടെ സ്തുതി എന്ന് അപ്പോസ്തലനായ പൗലോസ് ആമേൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്തുതികളെ കീർത്തനങ്ങളായും സ്തോത്ര ഗാനങ്ങളായിട്ടും നമ്മുടെ നാവിലൂടെ ഉരുത്തിരിവാൻ ആമേൻ ഇടയാകേണം. ഹല്ലേലൂയ. പരസ്പരം ആത്മാഭിവൃദ്ധി ഉണ്ടാക്കുക എന്നതാണ് വിശുദ്ധന്മാരുടെ കൂടിവരവുകളുടെ ലക്ഷ്യം. അതോ കരഞ്ഞും നിലവിളിച്ചും ഹല്ലേലൂയ സങ്കടപ്പെട്ടു പോവുകയാണോ? അല്ല. നാം കൂടി വരുമ്പോൾ, നാം ഇന്നിപ്പോ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നു, നാം കൂടി വന്നത് നമുക്ക് സന്തോഷത്തിന് കാരണമാകണം. പാടിയും ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തിയും സന്തോഷമുള്ളവരായി ഈ പ്രെയർ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങണം. നമ്മുടെ സഭകളിൽ ഒരു കൂട്ടായ്മയ്ക്ക് പോകുന്നത് നമ്മുടെ ജീവിതത്തിന് സന്തോഷത്തിന് കാരണമാകണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലര് ഇന്ന് പോയിട്ട് എനിക്ക് സന്തോഷത്തിന് പകരം ദുഃഖമായിരുന്നു എന്ന്. ഞാൻ പറയട്ടെ, ഞാൻ അനുഭവത്തിലൂടെ പറയാം. നാം സന്തോഷത്തോടെ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടാകും. നാം ദുഃഖത്തോടെ കടന്നുപോയാൽ നമുക്ക് ദുഃഖമേ ഉണ്ടാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ സ്തുതിക്കുവാൻ, നിറഞ്ഞ പാത്രരായി കടന്നു പോകുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കൂടിവരവുകൾ അപ്പോൾ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വചനം ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയേണം. ആമേൻ. ഇവിടെ പുതിയ നിയമത്തിൽ ഈ ഭാഗത്ത് ആമേൻ ഈ ഭാഗത്ത് മാത്രമേ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ക്രിസ്തു നമ്മളോട് അരുളി ചെയ്ത തന്റെ വചനങ്ങൾ താൻ അധികാരത്തോടെ ഹല്ലേലൂയ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങൾ ആമേൻ അതിന്റെ അർത്ഥത്തിൽ ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ നാം എന്ത് ചെയ്യണം? ഈ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നിത്യജീവന്റെ മൊഴികൾ, വചനത്തിന്റെ ആഴങ്ങൾ, അതിന്റെ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിവിടെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആമേൻ മറ്റൊരാളുടെ ഉപദേശമല്ല, തിരുവചനം. അതാണ് ദാവീദ് പാടിയത്. കർത്താവേ, നിന്റെ വചനം ആമേൻ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, നിന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ എനിക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സന്തോഷം അനുഭവിപ്പാൻ ദൈവമക്കളെ സാധ്യമാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ആമേൻ അതിനോടനുബന്ധിച്ചുകൊണ്ട് വായിക്കാം. ഈ ഹല്ലേലൂയ കർത്താവ് തന്റെ അധികാരത്തോടു കൂടി നടപ്പാക്കിയതുമായ വചനം എന്നാണ് ഹല്ലേലൂയ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? ഒന്ന് വായിച്ചട്ടെ. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചട്ടെ. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വേദഭാഗം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിനല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്താൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചു കൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം കൊള്ളുവാനും ആജ്ഞാപിക്കുക. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതിരിക്കുവാൻ നിശ്ചയമായി നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. തിരുവചനം ഉണ്ടെങ്കിലേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ ലോകത്തിലെ ആ ധനത്തിൽ നാമും പെട്ടുപോകും. അവരുടേതായ കെണിയിൽ നാമും കുടുങ്ങിപ്പോകും.
അതുകൊണ്ട് ദൈവാത്മാവ് തരുന്ന ഹല്ലേലൂയ പ്രത്യാശ നമ്മളിൽ നശിച്ചു പോകാതിരിപ്പാൻ ഇവിടെ ദൈവാത്മാവ് പറയും നമുക്ക് സകലതും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ ഇവിടെ ആജ്ഞാപനം നമുക്ക് കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ ജീവനായി പരിണമിക്കണമെന്നുണ്ടെങ്കിൽ നാം ഈ പ്രത്യാശയിൽ ആശ വയ്ക്കണം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. തീത്തോസ് 3:7 അതിലെഴുതിയിരിക്കുന്നു, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശയ്ക്കനുസരണമായി നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് തന്നെ. നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാ? കൃപയാലാണ്. അത് പ്രത്യാശയ്ക്ക് അനുസരണമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ തിരുവചനം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. ഈ തിരുവചനത്തിന്റെ ആഴം നാം ഗ്രഹിക്കണം. ആത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ നിറവിനാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സന്തോഷത്തോടെ നയിക്കുവാൻ കൊണ്ടമിടയാകണം. ക്രിസ്തുവിന്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എപ്പോഴും ആത്മീയ ഗീതങ്ങൾ പാടുവാൻ കഴിയുകയുള്ളൂ, സ്തുതിഗീതങ്ങൾ പാടുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം ആ മനുഷ്യൻ അധികം കഴിക്കുന്നത്, എന്നാൽ എന്റെ ആഹാരത്തെക്കാൾ അധികമായി എന്റെ കർത്താവിന്റെ വചനങ്ങളെ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് ഇയ്യോബ് പറഞ്ഞത്, ഹല്ലേലൂയ, എന്റെ ശരീരം ഇങ്ങനെ ക്ഷയിച്ചാലും ദേഹരഹിതനായി തീർന്നാലും ഞാൻ എന്റെ ദൈവത്തെ എന്റെ കണ്ണാൽ കാണും. അവന്റെ പ്രത്യാശ അതായിരുന്നു. വചനത്തിൽ ആഴത്തിൽ ആമേൻ പഴയ നിയമ ഭക്തൻ ജീവിതം ഹല്ലേലൂയ സമർപ്പിച്ചു എങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, വായിലെ വചനങ്ങൾ ഹല്ലേലൂയ ദൈവഹിത പ്രകാരമുള്ളതായി മാറണമെന്നുണ്ടെങ്കിൽ, സ്തുതിയും സ്തോത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തിരുവചനം അത് നിത്യജീവന മൊഴിയായി നമ്മുടെ ഉള്ളിൽ പ്രകടമാകണം. ഹല്ലേലൂയ. അത് ഉപദേശത്തിനും ഹല്ലേലൂയ ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതായി തീരേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളിൽ ഇത് വാഴുവാനിടയാകണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ദൈവമക്കളെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് അങ്ങനെ വാഴുന്നവന്റെ ഹൃദയത്തിൽ എന്തുണ്ടാകും? ക്രിസ്തുവിന്റെ സമാധാനം ആമേൻ ഹൃദയങ്ങളിൽ വാഴുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വചനം വാഴുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്ന വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വചനങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനും നമുക്ക് ഇടയാകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാമോ? 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുകയാണ്. ഇയ്യോബ് പറയുക, ആഹാരത്തെക്കാളധികം ഞാൻ ഈ വചനത്തെ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ യിരെമ്യാവ് പറയുക, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നാം എത്ര പേര് ഈ വചനത്തെ കണ്ടെത്തുവാൻ താല്പര്യം എടുക്കുന്നുണ്ട്? വചനം പഠന ധ്യാനത്തിന് വേണ്ടി സമയം ഹല്ലേലൂയ എത്രമേൽ ചിലവഴിക്കുന്നുണ്ട്? ഇന്ന് ബൈബിൾ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അലർജിയാ, ഉറങ്ങു വരുന്നുണ്ട്. ബൈബിൾ ക്ലാസ് ഇന്ന് ഒരുമാനപ്പെട്ടവർക്ക് ഇഷ്ടമില്ല. ആ സ്ഥാനത്ത് പ്രോസ്പെരിറ്റി തിയോളജി ഹല്ലേലൂയ ഒരു പ്രവചനം, ഒരു പ്രവാചകൻ വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാ. എനിക്ക് പ്രവചന ശുശ്രൂഷയുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ മീറ്റിംഗ് നടത്തുന്ന സഭകളിൽ ഞാൻ ഇപ്പം നമ്മളെ വിളിക്കും, ഗസ്റ്റായിട്ട് വിളിക്കുമല്ലോ, അവിടെ കടന്നു ചെല്ലുമ്പോൾ പറയും ഇന്ന് പ്രവാചകിയ വരുന്നെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇടിച്ചു കൂടും. സ്തോത്രം. അന്ന് ഭയങ്കരമായിട്ട് ആളുകൾ കൂടും. എന്തിനാണെന്നറിയാമോ? അവരോട് എന്താണ് പറയുന്നത് കേൾക്കാൻ. ഞാൻ പറയട്ടെ, ഈ തിരുവചനമാണ് പ്രവചനം. ദൈവാത്മാവ് തരുന്നതാണ് സത്യങ്ങൾ. ആ തിരുവചനം നമ്മുടെ ഉള്ളത്തിൽ ഗ്രഹിക്കുവാൻ ഇത് ഹൃദയത്തിൽ ഇടമുണ്ടാകണം. അതിന് തക്കവണ്ണം നമ്മുടെ ഹൃദയം ഒരുക്കപ്പെട്ട നിലമായി മാറുന്നുവെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോൾ ആർക്കും ഉറക്കം വരത്തില്ല. ചില സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമൊക്കെ വിളിക്കുന്നിടത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ബൈബിൾ ക്ലാസ് ആയിട്ട് എടുക്കും. ഒരു സബ്ജക്ട് എടുത്തിട്ട് അതിനെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കും. അങ്ങനെ ചെയ്യും. അതിന്റെ അകത്ത് ദൈവാത്മാവ് തരുന്നതൊക്കെ ഞാൻ പറയും. കർത്താവ് അങ്ങനെ നമ്മളെ നയിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഈ വചന ബൈബിൾ സ്റ്റഡിയുടെയും അല്ലാത്ത പ്രസംഗങ്ങളുടെയും വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്.
ഇളക്കപ്പെരുപ്പമുള്ള പ്രസംഗങ്ങള്, നിന്നെ വാലല്ല ഞാൻ തലയാക്കുമെന്ന് പറയുന്നത് കേൾക്കാൻ, നിന്റെ ഭവനത്തിൽ കെട്ടുണ്ട്, നിന്നെ കെട്ടി കെട്ടി പൂട്ടി പൂട്ടി, മരത്തെ കെട്ടി അവിടെ കെട്ടി ചുറ്റി കെട്ടി, ഈ കെട്ടി വെച്ചിരിക്കുന്ന കെട്ടുകളെല്ലാം അഴിക്കുന്ന കേൾക്കും ഭയങ്കര സന്തോഷമാണ്. ദൈവമക്കളെ ആരഴിച്ചാലും ഹല്ലേലൂയ, ഇന്ന് പകർക്കാൽ നീ വിശുദ്ധിയോടെ നിന്നില്ലെങ്കിൽ ആ അഴിപ്പ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവാത്മാവ് പറയുന്നു, നീ വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ആകയാൽ ഇന്ന് പകൽക്കാലം വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടെ വചനത്തിന്റെ ആഴങ്ങളിൽ നീതിക്കും നിറഞ്ഞവരായി ഉപദേശത്തിന് ഹല്ലേലൂയ, ശാസനത്തിന്, ഗുണീകരണത്തിന് മനസ്സ് ഹല്ലേലൂയ ആമേൻ നാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവവചനത്തിന് മുൻപാകെ ആയിരുന്നാൽ ഹല്ലേലൂയ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുവാൻ, വചനം നമ്മുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുവാൻ. അപ്പൊ ബൈബിൾ ക്ലാസ് എന്നൊക്കെ കേൾക്കുമ്പോഴല്ലോ ഭയങ്കര സന്തോഷമായ ഹല്ലേലൂയ. വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, വചനത്തെ അതുപോലെ പ്രിയപ്പെടുന്നവർ ഹല്ലേലൂയ ബൈബിൾ ക്ലാസ് ഉള്ളവർക്ക് ഓടും. എനിക്ക് ഈ ബൈബിൾ ക്ലാസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഒന്നും അറിയത്തില്ലപ്പാ, എനിക്കൊന്നും അറിയത്തില്ല. ഒന്നാമതെ ഭയങ്കര മറവിയാ. ഒരു എവിടെയെങ്കിലുമൊക്കെ വാക്യം കുറിച്ചും പെറുക്കിയും ഒക്കെ വെച്ചാണ് പ്രസംഗിക്കുന്നത്. സ്തോത്രം. എന്നാല് അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് മറന്നു പോകും. മറവി ഒരു വശത്തെ, ദൈവാത്മാവ് തരുന്നത് മറ്റൊരു വശത്തെ, കർത്താവ് തരുന്നത് ആ ലെവലിലൂടെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് ഇടപെടും. നമുക്ക് വചനം പഠിക്കുവാൻ താല്പര്യം ഉണ്ടാകണം. വചനം നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ വ്യക്തമായി കർത്താവ് സംസാരിക്കും. വചനം നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, ഹൃദയത്തിൽ ഹല്ലേലൂയ വാഴുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ 119:11 നമ്മൾ വായിച്ചല്ലോ, കർത്താവേ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ വചനം നിന്നിൽ വസിച്ചാൽ ഹല്ലേലൂയ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തപേക്ഷിച്ചാലും ഞാനത് ചെയ്തു തരാം എന്നാണ് കർത്താവിന്റെ വാഗ്ദത്തം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ കൂടെ തന്നെ 1 യോഹന്നാൻ 2:14 നിങ്ങൾ വായിച്ചോണം. ദൈവമക്കളെ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അവന്റെ വായിലെ വചനങ്ങൾ ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹമാ. ആമേൻ. അതുകൊണ്ടല്ലേ പറയുന്നത്, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും, കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കർത്താവിന്റെ മൊഴികൾ, കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന് എത്ര സന്തോഷം പകരുന്നതാ അല്ലേ? ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ സകല ജ്ഞാനവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മൾ വായിച്ച വേദഭാഗം ഇതാണല്ലോ, നിങ്ങൾ സർവ്വജ്ഞാനത്തോടുകൂടി പരസ്പരം പഠിപ്പിക്കണം. അപ്പൊ പരസ്പരം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 1 തിരുവചനം പഠിക്കണം, 2 ഈ സ്വർഗീയ ജ്ഞാനം നമ്മുടെ ഉള്ളത്തിലേക്ക് ഉണ്ടാകണം. കൊലോസ്യരുടെ ആത്മീയ അഭിവൃദ്ധിക്കായി ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ജ്ഞാന നിറവ് കർത്താവേ ഇവർക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ. 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വേദഭാഗത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ആ വചനം പഠിച്ചതാണ്. അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സർവ്വ വിവേകത്തിലും വർദ്ധിച്ചു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്റെ പ്രാർത്ഥന അതാണ്. ഹല്ലേലൂയ. നമ്മുടെയും പ്രാർത്ഥന ഇതായിരിക്കണം. ഞാൻ പറയട്ടെ, ദൈവസഭകളിൽ ആയിരിക്കുന്ന പാസ്റ്റർമാരുടെ ഭാര്യമാരെ, പാസ്റ്റർമാരെ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയിലുള്ള ദൈവമക്കളെ അവർക്ക് ഹല്ലേലൂയ സർവ്വജ്ഞാനത്തിൽ നിറഞ്ഞു വരണം. ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നിൽ നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണം. ഞങ്ങളുടെ ദൈവദാസനെ കുടുംബത്തെയും ദൈവാത്മാവിനാൽ നിറയ്ക്കണം, സകല ജ്ഞാനത്താലും നിറയ്ക്കണം. തമ്മിൽ പ്രബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും ആരെങ്കിലും ഗുണദോഷിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ജ്ഞാനത്തിന്റെ ആത്മാവിനെ നിറയപ്പെട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും അവരോട് പറഞ്ഞു നിൽപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നാം തമ്മിൽ പ്രാർത്ഥിപ്പാൻ, ഈ നിറവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. ശലോമോൻ ജ്ഞാനമുള്ള ഹൃദയമാണ് ദൈവത്തോട് ചോദിച്ചത്. എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. തനിക്ക് ധനം ചോദിക്കാമായിരുന്നു, ലോകത്തിലെ സകലവും ചോദിക്കാമായിരുന്നു. പക്ഷെ ശലോമോൻ ഹല്ലേലൂയ ദൈവത്തോട് ആ പ്രധാനമായിട്ട് ചോദിച്ചത് എന്താണ്? ദൈവത്തിന് പ്രസാദമായി അവൻ ജ്ഞാനത്തെ ചോദിച്ചപ്പോൾ. ദൈവമക്കളെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം സ്വർഗം പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വർഗീയ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പണം ഉണ്ടെങ്കിൽ നാം ധൂർത്തരായിത്തീരും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പലപ്പോഴും ദൈവഹിതമല്ലാത്ത വഴിയിലേക്ക് പോകുവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ജ്ഞാനം നമ്മളിൽ ഉണ്ടെങ്കിൽ
എങ്കിൽ, ഹല്ലേലൂയ, പണം ചിലവഴിക്ക് വരുന്ന 100 രൂപയെ വന്നുള്ളൂ എങ്കിൽ ആ 100 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് നാം പഠിക്കും. ഇല്ല, നമുക്ക് 1,00,000 രൂപ ഒരു ദിവസം കിട്ടിയെങ്കിൽ ജ്ഞാനമില്ല എങ്കിൽ അത് എങ്ങനെയും ധൂർത്തടിച്ചു തീർക്കും. അതുകൊണ്ട് ഇത് പകൽക്കാലം ജ്ഞാനമുള്ളവനെ ദൈവം കൊടുക്കുന്നതിനെ ആ ജ്ഞാനത്തിൽ വിവേകത്തിൽ ചിലവഴിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ഇവിടെ ശലോമോൻ ചെയ്ത ജ്ഞാനമുള്ള ഹൃദയം ചോദിച്ചു, അത് ദൈവത്തിന് പ്രസാദമായി. ആമേൻ. ഇവിടെ ജ്ഞാനലബ്ധിക്കായി ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് എഫെസസുകാർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 1-ാമത്തെ 17-ാം വാക്യവും 5-ാമത്തെ 17-ാം വാക്യവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ വാക്യം വായിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസികൾ ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാം അതിന്റെ 5-ാമത്തെ വേദഭാഗത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് വേദഭാഗം ഒന്ന് വായിക്കാം. യാക്കോബ് 1-ാം 5-ാം വാക്യം. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോൾ അവന് ജ്ഞാനം കുറവെങ്കിൽ ദൈവത്തോട് ചോദിച്ചാൽ മതി. ഫത്സിക്കാതെ, ശാസിക്കാതെ, കളിയാക്കാതെ, നമ്മെ ആമേൻ പരസ്യക്കോലമാക്കാതെ ഈ ജ്ഞാനം നമുക്ക് നൽകി തരും. അതുകൊണ്ട് ഇത് പകൽക്കാലം ഈ ജ്ഞാനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. കർത്താവേ, പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്നത്, പല സ്വഭാവക്കാരെ, പല പഠനമുള്ളവരെ, പല 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 വിധത്തിലുള്ള ആളുകൾ, കർത്താവേ, അവരോടൊക്കെ ഏതൊക്കെ വിധത്തിൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം, അതിനുവേണ്ടിയുള്ള ജ്ഞാനം കർത്താവേ എനിക്ക് തരണമേ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കും, ഈ കൃപ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ആവരിക്കണം, ഈ കൃപ നമുക്കുണ്ടായിരിക്കണം. ഈ ജ്ഞാനം നമ്മളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നാം സന്തോഷമുള്ളവരായി തീരും. നമുക്ക് പാട്ട് പാടുവാനായിട്ട് കഴിയും, സന്തോഷിപ്പാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അപ്പോസ്തലൻ അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇവിടെ അപ്പോസ്തലൻ പറയാ തമ്മിൽ പഠിപ്പിക്കണം. അപ്പൊ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞനായി നിർത്തേണ്ടതിന് നാം എന്ത് ചെയ്യണം? ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ അപ്പോസ്തലന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു. ഈ 1-ാം കൊലോസ്യ ലേഖനം 1-ാം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, അവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ പൂർണ്ണനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കണം. ഏത് മനുഷ്യരോട് പ്രബോധിപ്പിക്കുവാൻ നാം പ്രാപ്തരായി തീരണം. റോമാലേഖനം 15-ാം അതിന്റെ 14-ാമത്തെ വാക്യത്തില് വിശ്വാസികളും അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. നമുക്ക് 1 തെസ്സലോനിക്യ ലേഖനം 4-ാം 18-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അന്യോന്യം നാം ആശ്വസിപ്പിക്കുന്നവരായി മാറണം. തമ്മിൽ പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വേദനകൾ ഒക്കെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നവരായി മാറണം. മാത്രമല്ല 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അതിന്റെ 11-ാമത്തെ വേദഭാഗത്തിൽ അപ്പോസ്തലൻ പറയാ, അന്യോന്യം ആത്മീയ വർധനവ് വരുത്തുന്നവരായി മാറണം. അന്യോന്യം ആത്മീയ വർധനവ് വരുത്തുന്നവരാകണം. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴങ്ങൾ ആമേൻ നാം വെളിപ്പെടുത്തുവാൻ ആമേൻ പ്രാപ്തരാകണം. ഈ ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടയാകണം പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ഹല്ലേലൂയ, നമ്മൾ പ്രബോധിപ്പിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? തമ്മിൽ ആത്മീയ ഗീതങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കുന്നവരായി മാറണം. ഞാൻ വായിക്കാം. നിങ്ങൾ സർവജ്ഞാനത്തോടും കൂടി പരസ്പരം പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയുള്ളവരായി ദൈവത്തിന് സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ കീർത്തനങ്ങളും പാടുകയും ചെയ്യുവേൻ. അപ്പൊ ആത്മീയ ഗീതങ്ങൾ പാടുന്നവരായിട്ട് മാറണം. ആരാധനയിൽ സംഗീത ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടല്ലേ? ഹല്ലേലൂയ. പ്രഥമ സ്ഥാനം അതിനുണ്ട്. അങ്ങനെയെങ്കിൽ അദൃശ്യ ലോകത്തിലെ മഹത്വ ജീവികളായ മാലാഖമാര് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ സപ്തസ്വരങ്ങൾ ഹല്ലേലൂയ അവര് ഉയർത്തിക്കൊണ്ട് ആമേൻ സപ്തവർണ്ണങ്ങളോടുകൂടി പ്രഭയോടുകൂടി സപ്തസ്വരങ്ങളോടുകൂടി സ്വർഗസ്ഥ പിതാവിനെ പാടി പുകഴ്ത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. അത് വായിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗം എടുത്തവരാരെങ്കിലും ഉണ്ട് എന്ന് വായിച്ചാട്ടെ. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. താറാവുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന്. ഒരുത്തൻ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും
അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. കണ്ടോ? മതി, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹോസിയ രാജാവ് മരിച്ച ആണ്ടിലാണ് ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ ആരിയിരിക്കുന്നതാ കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട ഹല്ലേലൂയ കർത്താവ്, ആമേൻ, യഹോവ ഉയർത്തപ്പെട്ടവനുമായി ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുവാൻ തക്കവണ്ണമിടയായെങ്കിൽ സാറാഫുകൾ അവന് ചുറ്റും നിന്നുകൊണ്ട് ഹല്ലേലൂയ 6 ചിറകുകളോടുകൂടി ആമേൻ അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ, ചുറ്റും നിന്ന് 6 ചിറകുകൾ അവർക്കുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് അവർ പറന്നു നിന്നു. ഹല്ലേലൂയ. എത്ര മഹത്വമായ ആമേൻ അവസരം! ഒരുവൻ മറ്റൊരുവനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ മഹത്വം സ്വർഗം മുഴുവൻ അങ്ങനെയാ. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ആമേൻ അവനെ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവത്തിലേ നാം ഇന്ന് പകൽക്കാലം ഈ മഹത്വത്തിൽ ഹല്ലേലൂയ അതിന്റെ പ്രഭയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം. അങ്ങനെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു വിശ്വാസിയുടെ നാവിൽ ഹല്ലേലൂയ ദൈവം പുതിയ പാട്ടിനെ നൽകുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവമക്കളെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കുമ്പോഴും നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുവാൻ ആമേൻ നമുക്ക് ആമേൻ ഇടയാകണമെന്നാണ് അവിടെ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ആരാധനയിൽ ആത്മീയ സംഗീതങ്ങൾ ഹല്ലേലൂയ ഉണ്ടല്ലേ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ഇവിടെ നിർത്തട്ടെ. ആമേൻ. സ്വർഗത്തിൽ വിശുദ്ധന്മാർ പാട്ട് പാടും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വേദഭാഗം നമുക്ക് വായിക്കുമ്പോൾ അവിടെ വിശുദ്ധന്മാർ പാട്ട് പാടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, അതിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതിക്ക് യോഗ്യനാണ്, മാനത്തിന് യോഗ്യനാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യഹോവയ്ക്ക് സംഗീതം പാടുവാൻ അഭ്യാസനം പ്രാപിച്ച നിപുണരായ അനേക സഹോദരന്മാർ ഹല്ലേലൂയ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒക്കെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 7-ാം വാക്യവും നെഹെമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 46-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ പുതിയ നിയമത്തിലെ ആരാധനയിൽ ഹല്ലേലൂയ ആമേൻ ഒത്തിരി പ്രാധാന്യം ആമേൻ സ്വർഗം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ വിശുദ്ധന്മാർ പാട്ട് പാടും. ഹല്ലേലൂയ. ആകയാൽ പാട്ടോടെ നമുക്ക് അവനെ സ്തുതിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ 28-7 നമുക്ക് കാണും, പാട്ടോടെ നമുക്ക് അവനെ സ്തുതിക്കാം. ഞാൻ അവന് പാട്ട് പാടും, ഞാൻ അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. നമ്മുടെ രട്ടഴിച്ച് സന്തോഷം മുടിപ്പിക്കുന്നത് നാം ഹല്ലേലൂയ എന്തിനാണെന്നറിയാമോ? മൗനമായിരിക്കാതെ നമ്മുടെ സങ്കടങ്ങളെ മാറ്റി നമുക്ക് സന്തോഷം നൽകുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? നമ്മുടെ സങ്കടങ്ങൾ മാറി സന്തോഷമുള്ളവരായി മാറി ദൈവത്തെ സ്തുതിക്കേണ്ടതിനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ നമ്മെ സന്തോഷം മുടിപ്പിക്കുന്ന ദൈവമാണ്. സ്തുതി നമ്മുടെ നാവിന്റെ മേൽ തരുന്ന ദൈവമാണ്. നാം അവന് സ്തുതി പാടുമ്പോൾ നമ്മുടെ ആരാധനവും ഹല്ലേലൂയ ആമേൻ ബഹുമാനവും കർത്താവിന് കൊടുക്കുമ്പോൾ ഇന്ന് പോൽക്കാലം നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയപ്പെടും. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ അധരവും പ്രാണനും ആമേൻ നാം ഘോഷിച്ച് ആനന്ദിപ്പാൻ ഇടവരേണം. ഹല്ലേലൂയ. നമുക്ക് അന്യഭാഷയുണ്ടെങ്കിൽ അന്യഭാഷയിലെ അന്യഭാഷയില്ലാത്തവർ സ്വന്തം ഭാഷയിലെ എങ്ങനെയും കർത്താവിന് കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ കീർത്തനങ്ങളും പാടുകയും ചെയ്യുവിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം സമൃദ്ധിയായി നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം പഠിച്ച് ക്രിസ്തുവിന്റെ വചനത്തിൽ അടിയുറച്ച് ഹല്ലേലൂയ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്വർഗീയ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് സകലത്തിലും ബുദ്ധി ഉപദേശിക്കപ്പെടേണ്ടതിനല്ല, നാം മറ്റുള്ളവരെ ബുദ്ധി ഉപദേശിക്കാൻ ബുദ്ധിയും പ്രാപ്തിയും ഉള്ളവരായി, ഹൃദയത്തിൽ നന്ദിയുള്ളവരായി, ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടയാക്കട്ടെ. എല്ലാ സമയങ്ങളിലും സങ്കീർത്തനങ്ങളും സ്തുതികളും ആമേൻ ആത്മീയ ഗീതങ്ങളും നമ്മുടെ വായിൽ ഉരുത്തിരിയട്ടെ. കഴിഞ്ഞ നാളുകൾ ദേഷ്യവും കോപവും ആമേൻ വാഗ്വാദങ്ങളും വഴക്കുകളുമായി നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ പറയണം, എന്താണ് ഇവളിൽ വ്യത്യാസം
ഉണ്ടാവുന്നത്. എത്രയോ വ്യത്യാസമാണ് നമ്മുടെ ദൈവവചനം നമ്മുടെ ഉള്ളത്തിൽ കടന്നു വന്നപ്പോൾ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും സ്വരം നമ്മളിൽ ഉയരുവാൻ ഇടയായി. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ. ഈ കൊലോസ്യ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ ആമേൻ അവരെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവരെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ ആരാധിപ്പാനും സ്വർഗീയ ദർശനങ്ങളെ പ്രാപിച്ചെടുക്കുവാനും ദൈവത്തിന് പാട്ടുപാടുവാനും അവരെ നിർമ്മതരാക്കി നിർത്തുവാനും ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതവും അങ്ങനെയായി മാറുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. തിരുവചനം ഇത്രത്തോളം പഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഈ തിരുവചനം പറയും പ്രകാരം കർത്താവേ, ഞങ്ങളുടെ ജീവിതം സ്തുതികളാലും ആരാധനകളാലും ആമേൻ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരായി, ബുദ്ധി ഉപദേശിക്കുന്നവരായി, ദൈവകൃപ ഏറ്റെടുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് ആത്മീയ ജീവിതത്തിന്റെ ആമേൻ ഉന്നതിക്ക് കാരണമാക്കണമേ. ഓരോ സെക്കൻഡിലും കർത്താവേ, ഞങ്ങളുടേതായ ആ പ്രാവർത്തിക ക്രൈസ്തവ ജീവിതം അനുനിമിഷം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ നിലകളിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലമാനവും മഹത്വത്തോടും എടുക്കും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സദയം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. കർത്താവെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ.